എൻ്റെ പൊന്നു പാർവതി, വഴക്കിടാനുള്ള വരവാണെങ്കിൽ അത് വേണ്ട. ഞാനിപ്പോൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ല, അതിനുള്ള ആരോഗ്യവും ഇല്ല. വഴക്കിടാനല്ല ഞാൻ വന്നത്. ആ കല്യാണം നടക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് അറിയിക്കാനാ. ഏത് കല്യാണം? ദേവികമ്മയുടെയാണോ? അതെന്നാ പാർവതി പെട്ടെന്ന് നിന്റെ മനസ്സ് മാറിയത്? ഇങ്ങനെയായിരുന്നില്ലല്ലോ നേരത്തെ. ചിന്തിച്ചപ്പോ ഞാൻ ചെയ്യുന്നത് ശരിയല്ലെന്ന് തോന്നി. എത്രയൊക്കെ വന്നാലും നമ്മുടെ മോൻ താലികെട്ടി പെണ്ണാണല്ലോ അവള്. അപ്പോ നമുക്ക് ഉത്തരവാദിത്വമൊക്കെ ഇല്ലേ? ഉയ്യോ, ഇന്ന് ഇടിവെട്ടി മഴ പെയ്യുമല്ലോ ഇവിടെ. ഇല്ലെങ്കിൽ നാളെ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും. എനിക്കാരോടും ദേഷ്യമൊന്നുമില്ല, അത് പണ്ടും ഉണ്ടായിരുന്നില്ല. എങ്ങനെ എന്റെ പൊന്നു പാറക്കുട്ടി, നീ അങ്ങനെ പറയണ്ട. സമയം കിട്ടുമ്പോഴൊക്കെ ആ പാവത്തിനെ കുത്തി നോയിക്കാനാണ് നീയൊക്കെ ശ്രമിച്ചിട്ടുള്ളത്. ദേവികമോളായതുകൊണ്ടാ ഇതെല്ലാം സഹിച്ചത്. അല്ലെങ്കിൽ തന്നെ ആ കൊച്ച എന്നാ ചെയ്തിട്ടാ എല്ലാരും കൂടെ ഇട്ട് അതിനെ ഇങ്ങനെ ക്രൂശിച്ചത്. ഭർത്താവ് മരിച്ച എത്രയോ സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടില്. ദേവികമോളെ പോലെയാണോ അവരെന്ന് നീ ഒന്ന് പോയി അന്വേഷിച്ചു നോക്ക്. എന്തായാലും ഇപ്പോഴെങ്കിലും ദേവികമോളെ നിനക്ക് മനസ്സിലായത്. ഓ, അത്ര ആശ്വാസം. കല്യാണ തീയതി മാറരുത്. നിശ്ചയിച്ച ദിവസം തന്നെ കല്യാണം നടക്കണം. അത് നടക്കും, അതിനകത്ത് ഒരു സംശയം വേണ്ട. ഞങ്ങള് സഹകരിച്ചില്ലെന്ന് ഇനിയാരും കുറ്റം പറയില്ലല്ലോ. ഞങ്ങളുണ്ട്. മതി. ഓ എന്റെ പൊന്നോ, ഞാനിപ്പോ നിൽക്കുന്ന ഭൂമിയിൽ തന്നെയാണെന്ന് എനിക്കിപ്പോ സംശയം. നീ ഇപ്പൊ ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്തിനാണെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നു. അതെന്ത് തന്നെയായാലും ഈ മാറ്റം നല്ലതിന്. ഇപ്പോഴാ എന്റെ പാർവതിക്ക് ബുദ്ധി ഉദിച്ചത്. അതുകൊണ്ട് ഗുണമേ ഉണ്ടാവൂ. നീ കണ്ടു. ചേച്ചി, നമ്മുടെ സകല പ്ലാനുകളും വർക്ക്ഔട്ട് ആവുന്ന തോന്നുന്നേ. അങ്ങനെ തോന്നാൻ എന്താണാവോ കാരണം? നമ്മുടെ അമ്മ ഇപ്പൊ ചേച്ചിയുടെയും സിദ്ധുവേട്ടന്റെയും കല്യാണം എങ്ങനെയെങ്കിലും നടത്തണമെന്ന വാശിയില്ല. കല്യാണം നടന്ന ചേച്ചി ഇവിടുന്ന് പോവുമല്ലോ. മനസ്സിൽ ദുഷിപ്പാണെങ്കിലും കല്യാണത്തിന് അമ്മ ആക്റ്റീവായിരിക്കും. ഇത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യമാണ് പ്രധാനം. ആ 15 സെന്റ് സ്ഥലമില്ലേ, അതിന്റെ കാര്യം മുത്തശ്ശി ശരത്തിന്റെ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞു. നമ്മളെ പറ്റിച്ചവൻ കൊണ്ടുപോയതാണല്ലോ അത്. എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് തന്നെ ആ പണയം ഒഴിപ്പിച്ച സ്ഥലത്തിന്റെ ആധാരം സ്വന്തമാക്കണം. എങ്കിലേ നമ്മൾ ജയിച്ചതാവും. അതെ, അത് തന്നെയാ വേണ്ടത്. സ്ഥലം മാത്രമല്ല, നമ്മളെ പറ്റിച്ച് തട്ടിയെടുത്തതെല്ലാം അവനെ കൊണ്ട് തന്നെ തിരിച്ചു വയ്പ്പിക്കണം. എന്നിട്ട് വേണം ഈ വീട്ടിൽ നിന്ന് അവനെ എന്നേക്കുമായിട്ട് ചവിട്ടി പുറത്താക്കാൻ. ചേച്ചിയുടെ കല്യാണത്തോടെ നമ്മുടെ ബലം കുറച്ചുകൂടി കൂടും ചേച്ചി. സിദ്ധുവേട്ടനും കൂടി നമ്മുടെ ഭാഗത്തുണ്ടാവുമല്ലോ. സിവിലായിട്ടും ക്രിമിനലായിട്ടും അവനെ പൂട്ടുമ്പോ ഒരു ലോയറുടെ സഹായം ഉണ്ടാവുന്നത് എന്തുകൊണ്ട് നല്ലതാ. ഇനി നമ്മൾ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നീ എന്റെ പക്ഷത്താണെന്ന് ഒരാളും അറിയരുത്. നമ്മുടെ ഒരു നീക്കങ്ങളും ശത്രുക്കളും മുൻകൂട്ടി മനസ്സിലാക്കരുത്. എല്ലാം രഹസ്യമായിട്ട് തന്നെ വെക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ചേച്ചി. എന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. അത് മതി. ബാക്കിയെല്ലാം നമുക്ക് ഇഷ്ടം തന്നോളൂ.